ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എനിക്ക് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോൺ കോൾസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുക. വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ഇല്ല വെച്ചാൽ എൻ്റെ ഇമെയിലിൽ ഒരു മെയിൽ അയക്കാം. ഞാൻ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്തോളാം. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെയും എന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് DM ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അവിടെ പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മെസ്സേജസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസം നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി സെപ്റ്റംബർ മാസത്തിൻ്റെ 9 of Wands ആണ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി Ace of Wands. നിങ്ങളുടെ കറൻറ്റ് എനർജി സ്ട്രെങ്ത്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 6 of Pentacles. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാലഞ്ച് 7 of Swords ആണ്. അഡ്വൈസ് Knight of Pentacles. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ്. ഔട്ട്കമിൽ നിങ്ങൾക്ക് ഈ കാർഡാണ്. അപ്പോൾ കാപ്രിക്കോൺ 9 of Wands ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 9 of Wands ഒരു എന്താ പറയുക, ഒരു ഫിയറിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി ഒരു ചെറിയ ഒരു പേടി. എന്താ വെച്ചാൽ നിങ്ങൾ മുമ്പേയും കുറേ നിങ്ങളുടെ ലൈഫിൽ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, കുറേ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച പോലെ നടന്നില്ല. അപ്പോൾ അതിൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. അത് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഡിസിഷൻ എടുത്താൽ ഇല്ല വെച്ചാൽ ഈ ആക്ഷൻ എടുത്താൽ അത് ശരിയാവുമോ, അതൊരു മനസ്സിലൊരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ആ ഡിസപ്പോയിൻമെൻറ്റ് ഫേസ് ചെയ്യണം എന്നില്ല, ആദ്യം നിങ്ങൾക്ക് വിഷമിക്കണം എന്നില്ല. അപ്പോൾ 9 of Wands ഇവിടെ എന്താണ് 2 of Wands. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കാനാണ് നോക്കണത്, പക്ഷേ ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് കുറേ ഒരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ നല്ലോണം പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്, ഒരു സംശയമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമില്ല മുമ്പോട്ട് പോകാൻ. ഇവിടെ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണു. ഓക്കെ, അപ്പോൾ Ace of Wands ആണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ ബിഗിനിങ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു കുറേ പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആയിരുന്നു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ക്രിയേറ്റീവ് ജോലി ആയിരിക്കാം, പക്ഷേ ഇതൊരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ കുറേ ആക്ഷൻ ഓറിയൻറ്റഡ് പറഞ്ഞാൽ ഉടനെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി, പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകണം എന്നുണ്ടായിരുന്നു, പിന്നെ ഒരു സംശയം വന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയണ്ടായില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇത് പാസ്റ്റ് എനർജിയാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് എന്താ വേണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഞാൻ കാണുന്നത് പാസ്റ്റിൽ. ഇപ്പോൾ കറൻറ്റ് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പോവാണ്. ഓക്കെ, സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ ലിയോ എനർജി ഉണ്ട്. നിങ്ങൾ
എന്തോ ഒരു തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകാൻ നോക്കണു. എന്നുവെച്ചാൽ അത് നിങ്ങൾ ഫൈനലി അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തണേ, അത് ഓക്കെ ഇതെനിക്ക് ചെയ്യണം, ഇതെൻ്റെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്. പക്ഷേ ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡിസിഷൻ എടുത്തിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഷുവർ അല്ല, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എനർജിയാണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ് എനർജിയാണ്. എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അതുമാതിരി എക്സ്പെക്റ്റഡ് ആയ റിസൾട്ട്സ് ഇല്ല. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് കുറേ അപ്രീസിയേഷൻ ഉണ്ട്, നിങ്ങൾ ചെയ്യണത് അതിനൊക്കെ കുറേ റിവാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു കരിയർ കാര്യമാണ് വെച്ചാൽ കുറേ അറ്റൻഷൻ ഉണ്ട് നിങ്ങളുടെ മുകളിൽ. പക്ഷേ ഇതൊരു റൊമാൻറ്റിക് കാര്യമാണ് വെച്ചാൽ ഏതോ ഒരു പേഴ്സണിന് നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. പറഞ്ഞാൽ ഈ പേഴ്സണിനെ നിങ്ങൾ ഇഷ്ടമാണ്, ഈ പേഴ്സണിന് നിങ്ങൾ അവർക്ക് കുറേ സമയം കൊടുക്കുന്നുണ്ട്, കുറേ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ അതുമാതിരി നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നില്ല. ഇവിടെ ഒരു റിജക്ഷൻ ഉള്ള ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളത്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ആ മാതിരി ഒരു എഫേർട്ട് ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ ഈ പേഴ്സൺ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ. ഓക്കെ, എന്തോ അവർ ശരിയായി പെരുമാറുന്നില്ല, എന്തോ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയില്ല എക്സാക്ട്ലി എന്താണെന്ന്. പക്ഷേ എന്തോ ഈ പേഴ്സൻ്റെ ബിഹേവിയറിൽ എന്തോ ശരിയല്ലാത്തൊരു എനർജി ഉണ്ട്. അപ്പോൾ ഈ കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ മാസം നിങ്ങളറിയും എന്താണെന്ന്. ഈ കാര്യം അവർ ഒളിപ്പിക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരും. 2 ഓഫ് കപ്സ് ഉണ്ട്, ഇവിടെ സൺ ഉണ്ട്. അപ്പോൾ ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, ഒരു ബ്രേക്കപ്പ് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് കുറേ ഒരു ചാലഞ്ചിങ് സമയമായിരിക്കും. നിങ്ങളോട് യൂണിവേഴ്സ് പറയണത്, അഡ്വൈസ് തരണത് ഇവിടെ എന്താ വെച്ചാൽ മൂവ് ഓൺ ചെയ്യാനാണ് അഡ്വൈസ് തരണത്. അതിന് കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ. പക്ഷേ ശരിയായ സമയത്തെല്ലാം ശരിയാവും. ഓക്കെ, ഇത് സമയത്തിൻ്റെ കളിയാണ്. ഇതൊക്കെ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ഈ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മൂവ് ഓൺ ചെയ്യും. നമ്മൾക്ക് ആ സമയത്ത് തോന്നും ഇതൊരു വലിയ കാര്യമാണ്, നമ്മൾക്ക് ഒട്ടും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ റിയാലിറ്റി എന്താ വെച്ചാൽ കുറച്ച് സമയം കൊടുത്താൽ ഈ സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കും. ആ പ്രോസസ്സ് ഉണ്ടാവും, നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. എന്നുവെച്ചാൽ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ തന്നെ ഉണ്ടാവാറ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് അതുതന്നെയാണ് പറയണത്. നിങ്ങൾ മുമ്പോട്ട് പോവുക, ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ കരിയറിലേക്ക്. എന്നുവെച്ചാൽ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അതല്ലാണ്ട് കുറേ ഫ്രണ്ട്ഷിപ്പ് ഓഫേഴ്സും ഞാൻ കാണുന്നുണ്ട്, കുറേ ഒരു സ്റ്റേബിൾ ഓഫേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കുക, അവരുടെ സപ്പോർട്ട് കൊണ്ട് മുമ്പോട്ട് പോവുക. ഒരു പുതിയ ജോലിയാണ് വെച്ചാൽ കരിയറിൽ ഫോക്കസ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നുണ്ട്, പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു നല്ല പുതിയ ബിഗിനിങ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്കത് ഇപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുണ്ടായത് എൻ്റെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. ഡെഫിനറ്റ്ലി എന്തോ ഒരു എൻഡിങ് ഉണ്ട് ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പാസ്റ്റിനെ വിട്ടിട്ട് മുമ്പോട്ട് പോകാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറേ ഓവർ തിങ്കിങ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, രാത്രി ശരിക്കും ഉറക്കമില്ലാത്ത എനർജി. അപ്പോൾ ഈ സ്ട്രെസ്സ് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ സ്ട്രെസ് ഉള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീകൺസിലിയേഷൻ വേണമെന്നുണ്ടാവും, പക്ഷേ യൂണിവേഴ്സ് ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ കുറേ ഒരു പ്ലെയർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ ആൾക്കാരും ഉണ്ടാവും ആൻഡ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഈ പേഴ്സൺ ചിലപ്പോൾ മാരിഡ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് തേർഡ് പാർട്ടി ഫാമിലിയും ആവാം. ഓക്കെ, മേ ബി അവരുടെ ഫാമിലി ഇതിൽ ശരി പറഞ്ഞാൽ ഓക്കെ ആയിരിക്കില്ല. പക്ഷെ എന്തായാലും ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സ് പറയണത് ഈ സമയത്ത് ഇത് വർക്കൗട്ട് ചെയ്യില്ല, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, ഫ്യൂച്ചറിൽ എല്ലാം ശരിയാവും എന്നാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് വരണു. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ എനർജി ഒരു ഫയർ സൈൻ ആയിട്ടാണ് വരണേ. പക്ഷേ ഏതും സൈൻ ആവാം, ഫയർ സൈൻ തന്നെ ആവണം എന്നില്ല. ഒരു ഫയർ സൈൻ എന്ന് പറഞ്ഞാൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം.
പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഏതും സൈൻ ആവാം. യെസ്സിന് വന്നിട്ടുണ്ട്, ഇയർ ഫ്രം നൗ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മൂവ് ഓൺ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ എന്തോ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒട്ടും നിങ്ങളുടെ മനസ്സിലേ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അപ്പോഴേക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വരാൻ പോണ സമയം ഒരു വെരി ബ്യൂട്ടിഫുൾ ന്യൂ ബിഗിനിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാവില്ല. ഒബ്വിയസ്ലി എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. എന്നുവെച്ചാൽ അതിലും കുറേ വേറെ ഔട്ട്കംസ് ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മെസ്സേജ് ചെയ്യുക. എന്നുവെച്ചാൽ ഞാൻ കോൾസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. കുറേ ആൾക്കാർ എന്നെ കോൾ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ റീഡിങ് ചെയ്യുമ്പോൾ എനിക്ക് കോൾസ് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെസ്സേജ് ചെയ്താൽ ഞാൻ സമയമാവുമ്പോൾ പറഞ്ഞേണ്ട റീഡിങ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ വാട്സാപ്പിൻ്റെ നമ്പർ ഇട്ടുണ്ട് സ്ക്രീനിൽ, അവിടെ മെസ്സേജ് ചെയ്തിട്ട് ഞാനെല്ലാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.